കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സുജിത്തിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിന് മറുപടി പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ചെന്നിത്തല പറഞ്ഞു. മർദ്ദനത്തിനിരയായ സുജിത്തിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ ഈ മൗനം നാട്ടിൽ ഇതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിന് പ്രേരണയുണ്ടാക്കും. പോലീസ് സ്റ്റേഷനുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ അല്ല. ഈ വകുപ്പ് ഭരിച്ച ഒരാളാണ് താൻ. അന്ന് പൊതുജനങ്ങളെ മർദ്ദിക്കാൻ പാടില്ല എന്ന ശക്തമായ നിർദ്ദേശം സ്റ്റേഷനുകൾക്ക് നൽകിയിരുന്നു. ഇന്ന് ഇത്തരം നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലും ആരും ഇല്ലാത്ത അവസ്ഥയാണ്. പോലീസ് വകുപ്പ് നാഥനില്ല, കളരിയായിരിക്കുന്നു. പിണറായിയുടെ പോലീസ് നയത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് സുജിത്ത്. പിണറായി സർക്കാരിന്റെ പോലീസ് നയത്തിന്റെ ഭാഗമാണിത്. 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്താൽ മാത്രം പോരാ, അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുകയാണ് വേണ്ടത്. കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിപ്പട്ടികയിലുള്ള 4 പോലീസ് ഉദ്യോഗസ്ഥരെയും പിരിച്ചുവിടണം. എല്ലാ പോലീസുകാരും ഇത്തരക്കാരാണ് എന്ന് പറയുന്നില്ല. പക്ഷേ ഇത്തരക്കാരെ ഒരു കാരണവശാലും വച്ചുപൊറുപ്പിക്കരുത്. പോലീസ് സ്റ്റേഷനുകളിൽ CCTV ക്യാമറ വയ്ക്കുന്ന സുപ്രീം കോടതിയിൽ കേസിൽ കക്ഷി ചേരാൻ സുജിത്തിന് പാർട്ടിയുടെ എല്ലാ സഹായവും ഉണ്ടാകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ശനിയാഴ്ച ഉച്ചയ്ക്ക് സുജിത്തിൻ്റെ വീട്ടിലെത്തിയ രമേശ് ചെന്നിത്തല സുജിത്തിനെയും മാതാപിതാക്കളെയും സന്ദർശിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, കോൺഗ്രസ് നേതാക്കളായ അനിൽ അക്കര, ജോസ് വള്ളൂർ, A പ്രസാദ്, ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു.